ലഹരി വിൽപ്പന, മദ്യക്കച്ചവടം എന്നിവ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്ന് ബിജെപി മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നഗരസഭയ്ക്കും പോലീസിനും കഴിയുന്നില്ലെന്ന ആരോപണവുമായി ബിജെപി രംഗത്ത്. കഴിഞ്ഞ മാസമാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്തരത്തിൽ മാലിന്യം കുന്നുകൂടുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ബിജെപി വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നാൽ അതിനുശേഷവും മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടി നഗരസഭ സ്വീകരിച്ചില്ല എന്നും മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് ഗ്ലാസുകളും അടക്കം കുന്നുകൂടി കിടക്കുകയാണെന്നും നഗരസഭയ്ക്കും പോലീസിനും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇരുകൂട്ടരും എടുത്തില്ല എന്നും ബിജെപി മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി പറഞ്ഞു. അവരുടെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ പിൻവശത്ത് മാലിന്യ കൂമ്പാരങ്ങൾ അടിഞ്ഞുകൂടി എന്നുള്ളത് ദൃശ്യ മാധ്യമങ്ങളടക്കം BJP ചൂണ്ടിക്കാട്ടിയതാണ്. എന്നിട്ടും പുല്ല് വില കൽപ്പിക്കാതെ ഇപ്പോഴും പഴയ പടി തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ബീറുകുപ്പികളും മദ്യക്കുപ്പികളും അഴിഞ്ഞാടിക്കൊണ്ട് കൂമ്പാരമായി കിടക്കുകയാണ്. പോരാത്തതിന് അവിടുന്ന് തന്നെ മദ്യം വാങ്ങിയിട്ട് അവിടുന്ന് തന്നെ കഴിച്ച് അവിടെ തന്നെ കുപ്പി നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലൊരു ഗുരുതര സാഹചര്യം ഒറ്റപ്പാലം ഭരണസമിതിയുടെ കീഴിലും അതേപോലെ തന്നെ അന്ന് ഒറ്റപ്പാലം SHO ആയിരിക്കുന്ന വിപിൻനാഥിൻ്റെ കൈവശം പരാതി കൊടുത്തു BJP. രേഖാമൂലം പരാതി കൊടുത്തിട്ട് ഒരു ചെറു വിരലിൽ ഇതുവരെ അനക്കിയിട്ടില്ല ബന്ധപ്പെട്ട അധികൃതർ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒറ്റപ്പാലത്ത് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കുന്നില്ല എന്നും പുലർച്ചയ്ക്ക് ബസ് സ്റ്റാൻഡ് ഭാഗത്ത് വിദേശമദ്യം അനധികൃതമായി കച്ചവടം നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നും ലഹരി മാഫിയ ലഹരി കച്ചവടം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും പോലീസും എക്സൈസും നഗരസഭയും യാതൊരു നടപടികളും എടുത്തില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. നമുക്കറിയാം, ഇവിടെ തൂഫാൻ ലഹരിക്കെതിരെ തൂഫാൻ ഒരു പരിപാടി, ഒരു പദ്ധതി ഇവിടെ ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് കേരള സർക്കാർ നടപ്പിലാക്കി. എന്തുകൊണ്ട് ഒറ്റപ്പാലത്ത് അത് സക്രിയമായി നടപ്പിലാക്കുന്നില്ല? ഇപ്പോഴും ഞങ്ങൾ ആരോപിച്ചത് പുലർച്ചെ 5 മണിക്ക് അവിടെ വിദേശ മദ്യം അനധികൃത കച്ചവടം നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചു. എന്തേ സത്ര നടപടിയെടുക്കാത്തത്? അവിടെ MDMA പോലുള്ള ലഹരി മാഫിയകൾ അഴിഞ്ഞാടിക്കൊണ്ട് 1 ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ കച്ചവടങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഈ പറയുന്ന പോലീസും എക്സൈസ് അധികൃതരും ഇവിടുത്തെ നഗരസഭ ഭരണസമിതിയും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്.